നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് മെയ് 5-ാം തീയതിയാണ്. നാളിതുവരെ, അതായത് 2023 വരെ നമുക്കറിയാം, ഇന്ത്യയിലുള്ള മൊത്തം MBBSൻ്റെയും BDSൻ്റെയും അഡ്മിഷൻ നീറ്റിൻ്റെ മാർക്ക്, റാങ്ക്, ഓൾ ഇന്ത്യ റിസർവേഷൻ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള വെറ്റിനറി കൗൺസിലിംഗ് 15% ഓൾ ഇന്ത്യ കോട്ട വെറ്റിനറി നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനമൊക്കെയാണ് നടന്നത്. ആയുഷ് കൗൺസിലിംഗ്, ആയുർവേദവും ഹോമിയും സിദ്ധയും യുനാനിയും എല്ലാം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടന്നത്. ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ, ആയുർവേദത്തിൻ്റെ ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനം നടന്നത് നീറ്റിൻ്റെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് കേരളത്തിലെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ഫിഷറീസ്, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെയുള്ള 13 കോഴ്സുകൾക്ക് പ്രവേശനം നടന്നത്. ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ വിഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ അഡ്മിഷനും തന്നെ നടന്നത് നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. BSc നേഴ്സിങ്ങിനും കുറേ അധികം അഡ്മിഷൻ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. എന്നാൽ 2024 എത്തുമ്പോഴേക്കും ആയുർവേദവും സിദ്ധയും യുനാനിയും നമ്മുടെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാമിൽ നിന്ന് മാറുകയാണ്. എന്താണ് അതിൻ്റെ സാധ്യത? എന്താണ് അങ്ങനെ ഒരു ചിന്ത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആയുർവേദവും സിദ്ധയും യുനാനിയും പോലുള്ള കോഴ്സുകളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റിൽ നിന്ന് മാറ്റി അതിന് മാത്രമായി ഒരു നീറ്റ് എക്സാം ഓഫ്ലൈനായി NTA നടത്തുകയാണ്. എന്തിനായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു നീറ്റിൻ്റെ സാധ്യത? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനോ കഴിയുന്നതേ ഉള്ളൂ. കാരണം ആ കോഴ്സിനോട് താല്പര്യമുള്ളവരെ മാത്രം കണ്ടെത്തുക. ഏതാണ്ട് 21 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും MBBS ഗവൺമെൻറ് മേഖലയിൽ അല്ലെ സ്വകാര്യ മേഖലയിലൊക്കെ പ്രവേശനം കിട്ടാത്ത ധാരാളം വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ ലെവൽ വഴി ആയുഷ് കൗൺസിലിങ്ങിലും കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി കേരള മെഡിക്കലിൻ്റെ അലൈഡ് കോഴ്സിലും ഒക്കെ പ്രവേശനം നേടി ഒരു കോഴ്സ് കിട്ടാതെ പോയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ലെവലിലുള്ളൊരു കോഴ്സിൽ പ്രവേശനം നേടുകയും അവർ ആ ഒരു വർഷമൊക്കെ പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ കോഴ്സുകളോട് അത്ര താല്പര്യമില്ലാതെ വീണ്ടും നീറ്റ് എഴുതിക്കൊണ്ട് മറ്റേ മദർ കോഴ്സുകൾ വീണ്ടും കോഴ്സുകൾ മാറിച്ചേരുന്നതൊക്കെ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ വളരെ വ്യക്തമായൊരു വിജ്ഞാപനമാണ് ആയുർവേദ മേഖലയ്ക്ക് കൊടുക്കുന്നത്. കാരണം ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ആയുർവേദവും അതിൻ്റെ മേഖലയ്ക്കും വളരെയധികം ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് കൊണ്ടായിരിക്കാം അതിന് മാത്രം ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും താല്പര്യമുള്ള മാത്രം ഇന്ത്യയിലെ കുട്ടികളെ കണ്ടെത്തുകയും അവരെ അതാത് മേഖലകളിൽ കോളേജുകളിൽ അഡ്മിഷൻ എടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും മാത്രമായി ഒരു ടെസ്റ്റ്, അത് ഓഫ്ലൈൻ രീതിയിൽ തന്നെയാണ് അത് നടത്തുകയും അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ആയുഷ് കൗൺസിലിംഗ്, നാഷണൽ ലെവലുള്ള BAMS അഡ്മിഷനും കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഒക്കെ BAMS പ്രവേശനവും നടത്താനായിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ തീരുമാനമെടുത്തത്. അതിൻ്റെ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഈ ഒരു കമ്മിറ്റിയുടെ കീഴിലായിരിക്കും ഇനി മുതൽ ആയുർവേദവും സിദ്ധയും യുനാനിയും കോഴ്സുകളുടെ പ്രവേശനവും അക്കാഡമിക് ഇയറിലുള്ള പ്രവേശനവും അതുപോലെ PG ലെവലുള്ള പരീക്ഷയൊക്കെ നടക്കുന്നത് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലേക്ക് മാറ്റുകയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് താല്പര്യമുള്ളവരെ കണ്ടെത്തുകയും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടികളെ വേർതിരിച്ച് കൗൺസിലിംഗ് നടത്തുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ ആയുർവേദം താല്പര്യമുള്ളവർക്ക്, അതൊരു കരിയറായി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ സാധ്യതയാണ് ഇതിന് മാത്രമായി നടക്കുന്ന, അതിനും നീറ്റ് എന്നതിനാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് പേര് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പേര് മാറിയേക്കാം. എന്തായിരുന്നാലും അതിന് മാത്രമായൊരു പ്രവേശന പരീക്ഷ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു വിഷൻ ആൻഡ് മിഷൻ പറയുന്നുണ്ട്. ഇംപ്രൂവ് ആക്സസ് ടു ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ ആയുർവേദ, യുനാനി, സിദ്ധ ആൻഡ് ഋഗ്പ. അതായത് നമുക്ക് ട്രൈബൽ രീതിയിലുള്ള ആയുർവേദത്തിനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സാ രീതിക്ക് തന്നെ ഒരു പരീക്ഷയും അതിന് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും വരുന്ന രീതിയിലോട്ടാണ് മെഡിക്കൽ എഡ്യൂക്കേഷനെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എൻഷുർ അവൈലബിലിറ്റി ഓഫ് ആഡ്വക്കേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി AUS ആൻഡ് SR മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ പ്രൊമോട്ട് ഇക്വിറ്റബിൾ ആൻഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ദാറ്റ് എൻകറേജസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പെർസ്പെക്റ്റീവ് ആൻഡ് മേക്സ് സർവീസസ് ഓഫ് ആയുഷ് ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്സസിബിൾ ടു ഓൾ ദ സിറ്റിസൺസ്. നമുക്ക്
താല്പര്യമുള്ള മേഖലയിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടൊരു പ്രവേശന പരീക്ഷ നിലവിൽ വരുന്നത്. പക്ഷേ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2014 18 പല പരീക്ഷകൾ എഴുതി വിദ്യാർത്ഥികൾ ആശയപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു. 2014 2018 നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കറിയാം ധാരാളം പ്രവേശന പരീക്ഷകൾ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ എഴുതേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെ വിവിധ പ്രവേശന പരീക്ഷകൾ എഴുതുമ്പോഴുള്ള കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എന്ന് പറയുന്ന ഒരു ഏകീകൃത മെഡിക്കൽ പരീക്ഷ കൊണ്ടുവരികയും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി വീണ്ടും 2024 എത്തുമ്പോഴേക്കും ഓരോ വിഭാഗത്തിലും താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നുള്ള നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് മാറി ചിന്തിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മേഖലയിൽ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചും അത് വളരെ നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു. കാരണം എപ്പോഴും മറ്റുള്ള കോഴ്സുകളിൽ പ്രവേശനം നേടുന്നത് ഏതെങ്കിലും ഒരു കോഴ്സിൽ പർട്ടിക്കുലർ ഒരു കോഴ്സിൽ 40 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ താല്പര്യമില്ലാതെ മറ്റേതോ കോഴ്സോ കോളേജോ കിട്ടാതെ പോയതുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവർക്ക് അതിനോട് വൈമുഖ്യം കാണിക്കുന്നതും ആ കുട്ടികൾക്ക് തങ്ങളുടെ കരിയർ അതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് താല്പര്യമുള്ള കോഴ്സുകൾ, അതേതുമാകാം. ആ താല്പര്യമുള്ള കോഴ്സുകൾ ഏറ്റവും ആഗ്രഹത്തോടെ പഠിക്കുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുന്നത്. സമൂഹത്തിൽ അതിനൊരു നല്ലൊരു സമൂഹത്തിൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ കാണുന്നത്, അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പുതിയൊരു പരീക്ഷ നീറ്റ് എന്നുള്ളതിൽ തന്നെ ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും വേണ്ടി നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ 6ഓളം ഗവൺമെൻറ് കോളേജുകൾ ആയുർവേദത്തിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 10ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 2.25 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്ത് BAMS ഉണ്ട്. അതുപോലെ തന്നെ ഡീംഡ് കോളേജുകളുണ്ട്. ഇവിടെയൊക്കെ പ്രവേശനം BAMSന് നമുക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാം കൂടാതെ ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും തന്നെ നടത്തുന്ന നീറ്റ് എക്സാം കൂടി നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അത് നടക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിലായിരിക്കും. NTA തന്നെ ഓഫ്ലൈനിൽ നടന്നത്. അപ്പം നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ +1ൻ്റെയും +2ൻ്റെയും NCERT ബേസിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ എക്സാമിന് ഉണ്ടാവുക. അപ്പം നമുക്ക് വേറെ പരിശീലിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കെല്ലാം തന്നെ ഈ എക്സാം എഴുതുകയും ചെയ്യാം. അതിൽ നിന്നായിരിക്കും ഡീംഡ് കോളേജുകളിലെ ഉൾപ്പെടെ ഗവൺമെൻറ് കോളേജുകളുടെയും സ്വകാര്യ കോളേജുകളുടെയും BAMSൻ്റെ പ്രവേശനം നേടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ആ മേഖലയിൽ ഏറ്റവും നല്ല ഒരു വികസനം അത് UG മേഖലയിലല്ല, ഏറ്റവും പ്രീ മെഡിക്കൽ, അതായത് 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ വേണമെങ്കിൽ ആയുർവേദവുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ യുനാനിയുമായിട്ട് സഹകരിച്ച് ഉള്ള കോഴ്സുകളും ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ UG പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എക്സാമുകളുമൊക്കെ ഇനിയെല്ലാം നീറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കി ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും തന്നെ നടത്താനുള്ള ഒരു ഗവൺമെൻറ് കാഴ്ചപ്പാടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. അതിന് അക്കാഡമിക്സിനകത്ത്, അതായത് ആയുർവേദം എടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതിനകത്തുള്ള വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ 3 അധ്യയന വർഷമായിട്ട് ഇവരുടെ കീഴിൽ തന്നെയാണ് നടക്കുന്നത്. പ്രവേശന പരീക്ഷ നീറ്റിൽ നിന്നും മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇതുവരെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല. പരീക്ഷ എന്നാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. NTA തന്നെ ആയിരിക്കും, ഓഫ്ലൈൻ രീതി ആയിരിക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ നീറ്റ് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ കോഴ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് ഇനി മുതൽ BAMSന് തന്നെയായിട്ടും ഒരു പ്രവേശന പരീക്ഷ ഉണ്ടെന്നുള്ളത് മാത്രം ഇപ്പോൾ ഓർമ്മയിലിരിക്കട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.